ജിഗർതണ്ട എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഡ്രിങ്ക് ആണ്. അത് ബേസിക്കലി മുഗൾസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ് വിശ്വസിക്കുന്നത്. ഈ സാധനം വർഷങ്ങളായിട്ട് ഇത്രയും തിരക്കുണ്ട്. ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട്. ഈ ഫേമസ് ജിഗർതണ്ട എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരാണ്. 1977 ഇതിൻ്റെ ഫൗണ്ടർ ഉന്തുവണ്ടിയിൽ വിറ്റ് നടന്നതാണ്. ഉന്തുവണ്ടിയിൽ വർഷങ്ങളോടെ അവർക്ക് വീട് പോലും ഇല്ലായിരുന്നു. മുറ്റത്ത് റോട്ടിൽ കിടന്നുറങ്ങിയവരാണ്. കാരണം ഇങ്ങനത്തെ സാധനം ഇന്ത്യയിലുണ്ട്. അതും സൗത്ത് ഇന്ത്യയിൽ. അതും അതിൻ്റെ ഉത്ഭവം തുടങ്ങിയ മധുരയിൽ തന്നെ വന്ന് ഞങ്ങൾ ട്രൈ ചെയ്തു. സൂപ്പർ ടേസ്റ്റ്. ഓ ബ്രോ, നമ്മളിപ്പോൾ ഇന്നിവിടെ ജിഗർതണ്ടയിൽ വന്നേക്കാണ്. ഈ ഫേമസ് ജിഗർതണ്ട എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരാണ്. 1977 തുടങ്ങിയതാണ്. അപ്പോൾ ഇതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ജിഗർതണ്ട എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഡ്രിങ്ക് ആണ്. അത് ബേസിക്കലി മുഗൾസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജിഗർതണ്ട എന്താ ഐറ്റം എന്ന് കഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചരിത്രം പറയാം. കഴിച്ചിട്ട് പറയാം. ജിഗർതണ്ട എന്ന് പറഞ്ഞാൽ, ജിഗർ എന്ന് പറഞ്ഞാൽ ഹേർട്ട്, തണ്ട എന്ന് പറഞ്ഞാൽ തണുപ്പ്. ഇപ്പോൾ ഹേർട്ട് കൂൾ ചെയ്യാനുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് ഇവർ ഇതിനെ കണക്കാക്കുന്നത്. ഫുൾ തിരക്കാണ്. ഡെയിലി 1000 ജിഗർതണ്ട വിൽക്കുന്നുണ്ട് അവർ. 1000 ഉണ്ടാവും. ഫുൾ ടൈം തിരക്കാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കും. മുകളിൽ ഇരുന്ന് കഴിക്കാൻ സെറ്റപ്പ് ഉണ്ടെന്ന്. ഈ സാധനം വർഷങ്ങളായിട്ട് ഇത്രയും തിരക്കുണ്ട്. ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട്. 1977 ഇതിൻ്റെ ഫൗണ്ടർ ഉന്തുവണ്ടിയിൽ വിറ്റ് നടന്നതാണ്. ഉന്തുവണ്ടിയിൽ വർഷങ്ങളോടെ അവർക്ക് വീട് പോലും ഇല്ലായിരുന്നു. മുറ്റത്ത് റോട്ടിൽ കിടന്നുറങ്ങിയവരാണ്. ഇവിടെ ഇരുന്ന് കഴിച്ച് കഥ പറയാം. ഉന്തുവണ്ടിയുടെ ഫോട്ടോ ആയിരിക്കും. പഴയ ഫോട്ടോ. ഇത് സ്പെഷ്യൽ. എൻ്റെ മുന്നോ സൂപ്പർ ടേസ്റ്റ്. ഇതെന്നാ അനുഭവം പറഞ്ഞത്? ഇത് സ്പെഷ്യൽ ജിഗർതണ്ട. ഇത് അത് ബസന്തി. അടിപൊളി. പാലൊക്കെ കാച്ചി കഴിയുമ്പോൾ ആറ് കഴിയുമ്പോൾ മേളിൽ പാട വരില്ലേ? അതിനത് ചേർത്തുണ്ട്. സൂപ്പറാണ് ബസന്തി. സൂപ്പർ സാധനം. ചുമ്മാ കുടിച്ചോണ്ടിരിക്കുന്നതാണ്. ടോട്ടൽ ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടാവും നമ്മൾ? ബേസിക്കലി ജിഗർതണ്ട എന്ന് പറയുന്ന പ്രോഡക്റ്റ് മുഗൾസ് കൊണ്ടുവന്നതാണ്. അപ്പം ഇതിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ തുടങ്ങിയത് 93 ഇവർ 1970s തൊട്ട് ഉന്തുവണ്ടിയിൽ വിറ്റുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഖ് മീരാൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഫൗണ്ടറിൻ്റെ ഫാദർ. ഇപ്പോൾ ഒരു 4 ബ്രദേഴ്സാണ്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഫൗണ്ടർ പണ്ട് മധുരയിൽ ജോലി തേടി വന്നതാണ്. അവരുടെ ഹോം ടൗൺ തിരുനെൽവേലിയിലാണ്. അപ്പോൾ തിരുനെൽവേലിയിൽ അവരുടെ ഫാദർ, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഗ്രാൻഡ് ഫാദർ ബേസിക്കലി മ്യാൻമാറിൽ നിന്ന് വന്ന ആൾക്കാരാണ്. മ്യാൻമാറിൽ അവിടെ നിന്ന് വന്ന ആൾക്കാർ, ആൻസിസ്റ്റേഴ്സ്. വീട്ടിൽ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഇതാണ് സ്പെഷ്യൽ. അത് സ്പെഷ്യൽ ജിഗർതണ്ട. ഓ, ഇതിൻ്റെ ഫൗണ്ടർ അവരെ പിള്ളേർക്ക് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയ പ്രൊഡക്റ്റാണ്. പിന്നെ ഇവിടെ വന്ന് വിറ്റ് ഫേമസായി ഉന്തുവണ്ടിയിൽ വിറ്റ് ഇത്രയും വലിയ 200ഓളം ബ്രാഞ്ചസ് ഓൾ ഓവർ ദി വേൾഡ് ഉണ്ട്. ഈ ഫേമസ് ജിഗർതണ്ട എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പേര് തന്നെയാണ്. അത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ്. 200 ഔട്ട്ലെറ്റോ? 200 ഔട്ട്ലെറ്റ്. ഡെയിലി 1000 എണ്ണം വിൽക്കുന്നുണ്ട് അവർ ഒരു സ്റ്റോർ തന്നെ. സൂപ്പർ ടേസ്റ്റാണ്. എനിക്കിതിലും ഇഷ്ടപ്പെട്ടില്ല. സ്പെഷ്യലാണ്. സൂപ്പർ ടേസ്റ്റ്. ഇത് എന്തിൻ്റെയൊക്കെ മിക്സ് എന്ന് പറയാൻ പറ്റും? അത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടാവും? ബദാമുണ്ട്. വേറെ ഒരു ചോക്ലേറ്റ് പോലെ ടേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മോഡേൺ ജിഗർതണ്ട
1988 അതിനെ ഫൗണ്ടർ ക്രിയേറ്റ് ചെയ്തതാണ്. പാലും അല്ലെങ്കിൽ ഐസ്ക്രീമും ഐസും ചേർത്ത്. ഷുഗറുണ്ട്, പിന്നെ പാലുണ്ട്, പാലുണ്ട്. കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാവും. പാലിന് പാടയുണ്ടോ എന്ന് ഇത് ഡൗട്ടുണ്ട്. നമ്മൾ ഈ 6 ഗെയിം മേളിൽ പാൽ പാട പോലെ തന്നെ കാരണം അതും ചേർത്തിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അത് നല്ല, കാരണം ഇങ്ങനത്തെ ഒരു സാധനം ഇന്ത്യയിലുണ്ട്. അതും സൗത്ത് ഇന്ത്യയിൽ. അതും അതിൻ്റെ ഉത്ഭവം തുടങ്ങിയ മധുരയിൽ തന്നെ വന്ന് ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരു സിഗ്നലിൻ്റെ അടുത്താണ് ഇതിൻ്റെ കട. ഡിസ്ക്രിപ്ഷൻ ഫേമസ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലിടാം. കടയല്ലേ ഇത്? വെറുതെ ഫസ്റ്റ് കട. മുഗൾ രാജാക്കന്മാർ കൊണ്ടുവന്നു. പണ്ട് 3 രൂപയ്ക്കായിരുന്നു കോമ്പറ്റീഷൻ വന്നപ്പോൾ 90s വിറ്റത്. 3 രൂപയ്ക്ക്. വേറെ കുറേ ബ്രാൻഡുകളുണ്ട് ജിഗർതണ്ട തന്നെ. പക്ഷേ ഫേമസ് ജിഗർതണ്ട എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇതിലൊരു സ്പെഷ്യലിസ്റ്റ്. അവരാണ് മധുരയിൽ ഇത്ര ഫേമസ് ആക്കിയത്. വണ്ടിയിൽ വിറ്റാണ് ഫേമസ് ആക്കിയത്. പാരമ്പര്യം കൊണ്ടുപോകാൻ മാരകയറ്റ കുറച്ച് വീലില്ലെന്ന് ഒരു ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് വരുമല്ലോ. ഒരു ഷെയ്ക്ക്, വേറെ പ്രത്യേകത ഒരു ഷെയ്ക്ക് കുടിക്കുന്ന പോലെ. ഞാൻ കൊള്ളാം, ഒരു റൗണ്ട് കൂടിയും പറയാം. സ്പെഷ്യലല്ലേ മിനി ജിഗർതണ്ട. മിനിക്കകത്ത് അന്നേരം ഐസ്ക്രീം വന്നു അല്ലേ? ഐസ്ക്രീം വന്നു. പക്ഷേ ആ സ്പെഷ്യലിന് വേറെ ടേസ്റ്റ് ആയിരുന്നു. ഇതിന് വേറെ ടേസ്റ്റ് അല്ലേ? അങ്ങനെ തോന്നുന്നല്ലേ? വരുമ്പോൾ സ്പെഷ്യൽ തന്നെ ട്രൈ ചെയ്യാം. സ്പെഷ്യലാണ് ഏറ്റവും ടേസ്റ്റ്. BJP സൂപ്പർ ടേസ്റ്റ്. ഓ, എയർപോർട്ട് തല വരെ തണുത്തു, മൊത്തം നടന്നു. അടിപൊളി. ഓ, മാരകം. പക്ഷെ എന്നാലും സ്പെഷ്യലാണ്. വാവ്. റേറ്റും കുറവാണ്, 60 രൂപ. നമ്മുടെ നാട്ടിൽ ഷേക്കിൻ്റെ പൈസ ഷേക്കിൻ്റെ പൈസ കമ്പർ റേറ്റ്. അവർക്ക് 200ഓളം ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാവരും പ്രിസർവ് ചെയ്തപ്പോഴും കൊണ്ടു നടക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന വണ്ടികൾ മൊത്തം ഇത് കുടിക്കാൻ വേണ്ടി വന്നത്. അതെ അതെ അതെ, കാണുന്നവരൊക്കെ. ഇതൊരു വൈകിട്ട് 4:15. 6 മണിക്ക് എന്തായിരിക്കും തിരക്ക്? 2 മണിക്കൂർ ഇതേ കണ്ടു. ഇതും കടയായിരുന്നു. ഉച്ചയാകുമ്പോൾ തന്നെ തിരക്ക് കൂടുമല്ലോ. ഭയങ്കര വെയിൽ വരുമ്പോൾ മധുരയിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. AC ഒക്കെ 19 ഇട്ട് വണ്ടിയിലിട്ടിട്ടും നടക്കണില്ല. അപ്പോൾ ചിക്കറിൻ്റെ നമ്മൾ ട്രൈ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ പൈസയേ ഉള്ളൂ. മിനിക്ക് 30 രൂപ, സ്പെഷ്യലിന് 60 രൂപ. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. ചങ്കും തലയും ഒക്കെ തണുത്തു. ചങ്ക് തണുത്തു. ഓക്കെ, ബൈ ബൈ.